ഹലോ, ദിസ് ഇസ് മോൺ കിറ്റി. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു DIY പ്രോജക്റ്റ് ചെയ്താലോ? പെഗ് ബോർഡ് എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? പിൻട്രസ്റ്റിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പം എൻ്റെ വീട്ടിലും പെഗ് ബോർഡ് ഉണ്ട്. ആ ഒരു പെഗ് ബോർഡ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഗൂഗിളിലും പിൻട്രസ്റ്റിലൊക്കെ നല്ല നല്ല ഫോട്ടോസ് കാണാറുണ്ട്. പോളറോയിഡ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്, ഫെയറി ലൈറ്റ്സ് ഒക്കെ വെച്ച് എന്ത് രസമായിട്ടാണ് പിൻട്രസ്റ്റിൽ ഇവരൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു റെഫറൻസ് ഫോട്ടോസിന് വേണ്ടി തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ എൻ്റെ ടേബിളിലോട്ട് ചാടിക്കയറി വന്നത്. ഇവൻ്റെ പേര് സിംബ എന്നാണ്. ഇവൻ എപ്പോഴും ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ മിഡിലിൽ കയറി വന്ന് ശല്യം ചെയ്യണം. അവൻ എപ്പോഴും ഇങ്ങനെ സെൻറ്റർ ഓഫ് അട്രാക്ഷനായിട്ട് ഇരിക്കണം. ഞാനിപ്പോൾ ബുക്ക് വായിക്കുകയോ ഡ്രോയിങ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ബുക്കിൻ്റെ മേലെ തന്നെ വന്ന് കിടക്കും. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വോളിൽ ഒത്തിരി ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാൻ അലൗഡ് അല്ല. പക്ഷേ എൻ്റെ ലക്കിന് ഈ വീട്ടിൽ മിക്കവാറും എല്ലാ റൂമിലും ഇൻബിൽഡ് പെഗ് ബോർഡ് ഉണ്ട്. അപ്പം ഇത് എൻ്റെ ആർട്ട് റൂമിലുള്ള പെഗ് ബോർഡാണ്. അത് ഫുള്ള് ഞാൻ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു, മൂവി പോസ്റ്റേഴ്സൊക്കെ വെച്ച്. എൻ്റെ കിച്ചണിൽ ഒരു പെഗ് ബോർഡുണ്ട്. അവിടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അത് ഡെക്കറേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അതിങ്ങനെ എംപ്റ്റി ആയിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പെഗ് ബോർഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊന്ന് വീഡിയോ ചെയ്താലോ എന്ന്. വീട്ടിൽ വായിച്ചു തീർന്ന കുറച്ച് മാഗസിൻസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി. അതിങ്ങനെ ചുമ്മാ മറിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടി. കുറച്ച് പോളറോയിഡ് ഫോട്ടോസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? പുറത്ത് പോയി എക്സ്പെൻസീവായിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കുന്നതോ അല്ലെങ്കിൽ റിയൽ പോളറോയിഡ് ഫോട്ടോസോ ഒത്തിരി പൈസ ചിലവുള്ള പരിപാടിയാണ്. പിന്നെ പുറത്ത് പോകണം. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ DIY ആയിട്ട് പോളറോയിഡ് ചെയ്താലോ എന്ന് എനിക്കൊരു ഐഡിയ തോന്നി. എങ്ങനെയാണ് വരുമെന്ന് എനിക്കറിയില്ല. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. എന്താ സുഖമല്ലേ? പുറത്ത് നല്ല ക്ലൈമറ്റാണ്. നല്ല സുഖിച്ച് കിടക്കുകയാണ് ഇവളൊക്കെ. മാഗസിൻസിലൊക്കെ നല്ല ഭംഗിയുള്ള കുറേ ഫോട്ടോഗ്രാഫ്സ് ഞാൻ കണ്ടു കേട്ടോ. അതും ഇത് ഞാൻ എടുത്തിരിക്കുന്ന 3 മാഗസിൻസും ട്രാവൽ മാഗസിനാണ്. അതുകൊണ്ട് ഒത്തിരി സ്ഥലങ്ങളുടെ നേച്ചർ ഫോട്ടോഗ്രാഫ്സും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഞാൻ കണ്ടു കേട്ടോ. ഞാൻ കുറേ സെലക്ട് ചെയ്ത് വെച്ചു. ഇതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് വെച്ച നമുക്കിഷ്ടപ്പെട്ട കുറേ ഫോട്ടോസ് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. സ്ക്വയർ ഷേപ്പിൽ, അതായത് ആ ഫോട്ടോ ഉള്ള അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഓരോ ഫോട്ടോസും പല പല വലിപ്പത്തിൽ സ്ക്വയർ, റെക്റ്റാങ്കിൾ അങ്ങനത്തെ ഷേപ്പിലായിരിക്കുമല്ലോ. അപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് കാണും. എല്ലാ ഫോട്ടോസും ഒരേ ഡയമെൻഷനിൽ വെട്ടിയാൽ നമ്മൾ പെഗ് ബോർഡിൽ വെക്കുന്ന സമയത്ത് എല്ലാം ഒരേപോലെ കാണും. ഒരു എടുപ്പ് കാണില്ല. അതുകൊണ്ട് ഈ മാഗസിനിൽ തന്നെ ഓരോ ഫോട്ടോസും ഡിഫറെൻറ്റ് ലേഔട്ടിലാണല്ലോ ഉള്ളത്. അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മാനുവലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസിനെ ക്രോപ്പ് ചെയ്ത് ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാവുന്നതാണ് കേട്ടോ. എനിക്കിവിടെ കുറേ ബേർഡ്സിൻ്റെയും ആനിമൽസിൻ്റെയും പിന്നെ കുറച്ച് 1-2 ലാൻഡ്സ്കേപ്പ്, അതായത് സൺസെറ്റ്, അങ്ങനത്തെ 2-3 ഫോട്ടോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റാം. ഈ ബേർഡിൻ്റെ ഫോട്ടോ എന്ത് ഭംഗിയല്ലേ? ഈ സൺസെറ്റ് ഫോട്ടോ ഒക്കെ ഞാൻ ക്രോപ്പ് ചെയ്ത് ഈ ഷേപ്പിലാക്കിയതാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. കാരണം ഒറിജിനൽ ഫോട്ടോ ഫുൾ പേജ് മൊത്തം ഉണ്ടായിരുന്നു. അത്ര വലുത് നമ്മൾക്ക് ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കളർ ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ ഒരു ഡ്രോയിങ് പേപ്പറൊക്കെ നല്ല തിക്കായിരിക്കുമല്ലോ. അങ്ങനെ കട്ടിയുള്ള നല്ല ഒരു വൈറ്റ് പേപ്പർ എടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത ഫോട്ടോസില്ലേ അതെല്ലാം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് പേപ്പർ വേണ്ടി വന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് 2 ഡ്രോയിങ് പേപ്പറിലായിട്ട് കട്ട് ചെയ്ത ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഒട്ടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
ഒരു ഫോട്ടോയും ഇനി ഒരു ഫോട്ടോയും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് വേണം കേട്ടോ. കാരണം നമ്മൾ ഈ ഫ്രെയിം വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഈ ടൈഗറിൻ്റെ ഫോട്ടോ കണ്ടില്ലേ, താഴത്തെ വൈറ്റ് ചാർട്ടിന് വീതി കൂടുതലായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ പോളറോയിഡ് ഫോട്ടോൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇവൾ എന്നെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. മിക്കവാറും ഇവളുടെ ദേഹത്തെ മുടിയും ചേർത്ത് ഞാൻ കട്ട് ചെയ്യുന്ന തോന്നുന്നു. എൻ്റെ ദൈവമേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോരോ ഫോട്ടോസായിട്ട് പോളറോയിഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് കണ്ടാൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നില്ല കേട്ടോ. നമ്മൾ പുറത്ത് പോയി പ്രിൻ്റ് ചെയ്തെടുത്തതാണെന്നേ തോന്നുള്ളൂ. അല്ലെങ്കിൽ ഈ ക്യാമറയിൽ നിന്ന് ഡയറക്റ്റായിട്ട് പ്രിൻ്റ് ഔട്ട് ആയ പോലെ തോന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനെടുത്ത ഈ മാഗസിൻ്റെ പേജസൊക്കെ നല്ല ഇങ്ങനെ ഷൈനിങ് ആയിട്ടുള്ളൊരു പേപ്പേഴ്സാണ്. അതുകൊണ്ട് ഒരു ശരിക്കും ഫോട്ടോഗ്രാഫിൻ്റെ ലുക്കിൽ നമുക്കത് കിട്ടും. ഞാനിതൊക്കെ ഒരു ബുക്കിനിടയ്ക്ക് വെക്കുകയാണ് കേട്ടോ. കാരണം വേറെ കുറച്ച് പരിപാടികളുണ്ട്. ആ സമയത്തിനിടയ്ക്ക് ഇതിൽ കേവായിട്ടിരിക്കുന്നതൊക്കെ മാറാൻ വേണ്ടി, നല്ല ഫ്ലാറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു നല്ല കട്ടിയുള്ള ബുക്കിലെടുത്ത് മാറ്റി വെക്കുകയാണ് ഞാൻ. പോളറോയിഡ് ഫോട്ടോസ് ഉണ്ടാക്കി. ഇനി നമുക്ക് കുറച്ച് കാർഡ്ബോർഡ് ഉപയോഗിച്ച് കുറച്ച് ഡെക്കോർ പീസസ് ഉണ്ടാക്കാം, പെഗ് ബോർഡിൽ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും നല്ല കട്ടിയുള്ള ഹാർഡ് ബോർഡ് എടുത്തിട്ട് നമുക്കിഷ്ടമുള്ള ഡിസൈൻസ് അതിൽ ചെയ്യാം. ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ. ഞാനിപ്പോൾ കിച്ചണിലായതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും, പിന്നെ എനിക്ക് മീൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. കഴിക്കാനും അതെ, അക്വേറിയത്തിലെ മീനും അതെ. അതുകൊണ്ട് ചുമ്മാ 2 മീനിൻ്റെ ഡിസൈൻസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമുക്കിഷ്ടമുള്ള എന്ത് വേണേലും ചെയ്യാം കേട്ടോ. അത് കട്ടൗട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യാം. ഞാൻ ഈ കാർഡ്ബോർഡിൽ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അക്രിലിക് പെയിൻ്റാണ് കേട്ടോ. അക്രിലിക് പെയിൻ്റാണ് ഏറ്റവും നല്ലത്. അതാകുമ്പം വാട്ടർ എന്തെങ്കിലും ആയാലും കളർ ഇളകി വരില്ല. പിന്നെ പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും. നല്ലൊരു വൈബ്രൻറ്റ് കളറും കാണും. നിങ്ങൾ ഉപയോഗിക്കുന്ന കാർഡ്ബോർഡിന് കട്ടി കുറവാണെങ്കിൽ 2 ലെയർ ഇടാം കേട്ടോ. ഈ ലെമണിൻ്റെ പീസിന് ഞാൻ 2 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാർഡ്ബോർഡിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ടിലടിക്കുന്ന പെയിൻറ്റ് സൈഡിലും അടിച്ചു കൊടുക്കാവുന്നതാണ്. ബാക്ക് സൈഡിൽ ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല. കാരണം എന്തായാലും നമ്മൾ ഹാങ് ചെയ്തിടുകയാണ്. ബാക്ക് സൈഡിൽ ആരും കാണാൻ പോകുന്നില്ല. സോ വെറുതെ പെയിൻറ്റ് വേസ്റ്റ് ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ബാക്ക് ഞാൻ ബ്ലാങ്കായിട്ട് വിടുകയാണ്. സോ ഇതിപ്പോൾ ഞാൻ ഫിഷിൻ്റെ കട്ടിങ് പെയിൻറ്റ് ചെയ്യുക. ഈ പെയിൻറ്റിങ് പ്രോസസ്സ് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ. വേറെ എന്ത് ആർട്ട് വർക്ക് ചെയ്താലും, വേറെ എന്ത് ക്രാഫ്റ്റ് ചെയ്താലും കിട്ടാത്തൊരു സമാധാനം പെയിൻറ്റിങ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് അങ്ങനെയാണ്. പൊതുവേ ആർട്ടെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, മൈൻഡിന് ഒരു തെറാപ്പി പോലെയാണ്. വേറെ ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ടെൻഷനില്ല, നമ്മൾ ആലോചിക്കത്തില്ല. നമ്മുടെ മൈൻഡും നമ്മുടെ തലച്ചോറും ഫുള്ള് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. വല്ലാത്തൊരു സമാധാനമാണ് കേട്ടോ. അപ്പം ഞാൻ അതേപോലെ 2-3 ഡിസൈൻസ് വീട് പോലെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ പെർമനൻറ്റ് മാർക്കർ എടുത്തിട്ട് ഈ ചെയ്തതിനൊക്കെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം. അപ്പോൾ കുറച്ച് എടുപ്പ് കാണും. അതിൽ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ഈ ഫിഷിൻ്റെ വാലിൽ കുറച്ച് ഡിസൈൻസൊക്കെ ആഡ് ചെയ്യാം.
shadows play. The wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, etching patterns, leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath of the breeze. അങ്ങനെ കാർഡ്ബോർഡ് ഡെക്കോർ എല്ലാം പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. The dawn paints gold. ഞാൻ ആദ്യമായിട്ടൊരു ഗ്ലൂ ഗൺ മേടിച്ചതാകട്ടോ. പക്ഷേ ഞാനിത് ഇത്ര ചെറുതായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ആദ്യം ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു സൈസ് കണ്ടിട്ട്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ചെറിയ സൈസാണ് നമ്മൾക്ക് കയ്യിൽ ഏറ്റവും ഉപയോഗിക്കാൻ എളുപ്പമെന്ന്. ഇതിൻ്റെ കൂടെ കുറച്ച് ഗ്ലൂ സ്റ്റിക്സും ചേർന്നാണ് വന്നത്. അപ്പോൾ ഞാനിത് നെറ്റിൽ കണ്ട ഒരു DIY ട്രൈ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത്. ഗ്ലൂ ഗൺ വെച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന ഒരു DIY ആണ്. ഞാൻ ഇത് ചെയ്യാൻ ഒത്തിരി കഷ്ടപ്പെട്ടു, സത്യം പറയാലോ. നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. ഇത് ടൈം ലാപ്സ് വീഡിയോയാണ്. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്തത് ഉണങ്ങി കഴിയുമ്പം ആ ഗ്രാനൈറ്റിൻ്റെ മേളിൽ നിന്ന് അത് ഇളക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. പറയുമ്പോൾ നല്ല എളുപ്പമാണ്, പക്ഷെ ചെയ്യാൻ നല്ല കഷ്ടമായിരുന്നു കേട്ടോ. അതുമല്ല, ഞാൻ മേടിച്ച ഗ്ലൂ ഗണ്ണിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ഫുള്ള് ഞാൻ തീർത്തു. ഇനി നമ്മുടെ ഫേക്ക് പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് പോട്ട് കണ്ടുപിടിക്കണം. ഞാനിങ്ങനെ ചായയുടെ കപ്പില്ലേ, അതാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെ വീട്ടിൽ കുറച്ച് ടീ കപ്സ് കിടപ്പുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുള്ളതായിരുന്നു. ഒന്ന് കോഫി കപ്പും ഇനി ഒന്ന് ടീ കപ്പുമാണ്. അപ്പം അതിലോട്ട് ഈ പ്ലാന്റ്സ് വെക്കാനാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്ത ലീവ്സൊക്കെ ഗ്രീൻ കളർ പെയിൻ്റ് അടിക്കുവാണ്. ഇതിൻ്റെ 2 വശവും പെയിൻ്റ് അടിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഒരു സൈഡ് വൈറ്റ് കളറായിട്ട് ഇരിക്കുമ്പോൾ അത് ബോറാണ്. അപ്പം അത് ഉണങ്ങിയതിന് ശേഷം കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ചെയ്യാനാണ് കഷ്ടപ്പാടെന്ന് വെച്ചാൽ ഇത് ഇളക്കിയെടുക്കാൻ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. ഏതായാലും ചെയ്തു വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കപ്പിലോട്ട് ഈ ഓരോ വള്ളികളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന പോലെ ചെയ്യാനാണ് എൻ്റെ മനസ്സിലുള്ള ഐഡിയ. എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. കൊള്ളാമല്ലേ സംഭവം? കുറച്ചും കൂടി സ്ട്രാൻഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇനി എനിക്ക് ചെയ്യാൻ വയ്യ. ഞാനൊരു 1 hour എടുത്തിട്ടാണ് ഇത്രയും ലീവ്സ് ചെയ്തത്. അപ്പം കപ്പിലേക്ക് കുറച്ച് ന്യൂസ് പേപ്പർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേളിലൊരു ഡിസ്ക് പോലെ കാർഡ്ബോർഡ് കട്ട് ചെയ്ത് ഒട്ടിക്കുക. അതിൻ്റെ മേളിലാണ് ഞാൻ ഇത് ഒട്ടിക്കുന്നത്. ഇതാണ് ചായക്കപ്പ്. ബാക്കിയുള്ള ലീവ്സൊക്കെ ഞാൻ ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 പോട്ട് വിത്ത് പ്ലാന്റ്സ് നമുക്ക് കിട്ടുമല്ലോ. ഇത് ഒട്ടിക്കാനും കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. കാരണം ഇത് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വളഞ്ഞിങ്ങനെ പ്ലാന്റ് പോലെ നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അവസാനം കുറച്ച് സ്ട്രഗിളിന് ശേഷം ഞാൻ 2ഉം ചെയ്തു. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ പെഗ് ബോഡി വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ഫോട്ടോസിനൊക്കെ ഇടയ്ക്ക് അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, നമുക്കിത് കിച്ചണിലെ പെഗ് ബോർഡിൽ അറേഞ്ച് ചെയ്താലോ? ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ ക്യാറ്റ്സൊക്കെ
എൻ്റെ പുറകെ ഇങ്ങനെ എസ്കോട്ട് പോലെ വന്നുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയോ? ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഇത്തിരി ലേറ്റായി. അതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ ദേഷ്യത്തിൽ ഒന്ന് വന്ന് കുറച്ച് ഫുഡ് തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ കൂടെ നടന്ന് കിച്ചണിലോട്ട് പോകുന്നതാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ കിച്ചണിലുള്ള നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്ന പെറ്റ് ബോർഡ്. ഇതിൽ ഓൾറെഡി 2 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അത് ഞാൻ റിമൂവ് ചെയ്തു. നമുക്കൊരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കാർഡ് ബോർഡിൽ നമ്മൾ ചെയ്ത ഡെക്കോറില്ലേ, അത് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം തനിച്ചൊരു ചെയിൻ പോലെ, ഹൗസ് വെജിറ്റബിളൊക്കെ തനിച്ചൊരു ചെയിൻ, അങ്ങനെ പുറകിൽ ത്രെഡ് ഒട്ടിച്ച് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് പുഷ്പിന്നാണ്. ഈ പുഷ്പിൻ വെച്ചാണ് നമ്മൾ ബോർഡിൽ അതിൽ എല്ലാ സാധനങ്ങളും പിൻ ചെയ്യാൻ പോകുന്നത്. ഇത് കുറച്ച് കീ ചെയിനാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ക്യാറ്റിൻ്റെ ടെഡി ബെയറിൻ്റെയും കീ ചെയിൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, നമുക്കിനി ഓരോന്നായിട്ട് പെഗ് ബോർഡിൽ ഫിക്സ് ചെയ്യാം. ഞാൻ മിഡിലാണ് ഫസ്റ്റ് വെച്ചത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ വരുമല്ലോ. ആ സെൻറ്ററിൽ നിന്ന് പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ ചെയ്താൽ കുറച്ചും കൂടി സിമെട്രിക്കലായിട്ട് കാണുമെന്ന് വിചാരിച്ചു. ഈ പ്ലാന്റ് ഞാൻ വെക്കുവാണ്. സത്യം പറയാലോ, ഇതിൽ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ വിചാരിച്ചു ഇത്ര കഷ്ടപ്പെട്ടതാ, പക്ഷേ എങ്ങനെ കാണുമോ, ഔട്ട്പുട്ട് കാണുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ വെച്ച് നോക്കിയപ്പോൾ എന്താ ലുക്കാന്നറിയോ, ശരിക്കും പ്ലാന്റ് പോലെ തന്നെ ഉണ്ട്. പിന്നെ ഇനി നമ്മൾ റാൻഡമായിട്ട് ഫോട്ടോസ് പിൻ ചെയ്യുക. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അനിമൽസ് എല്ലാം ഒരു സൈഡിൽ, ബേർഡ്സ് എല്ലാം ഒരു സൈഡിൽ, അങ്ങനെ ചെയ്യാം. ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. എനിക്ക് റാൻഡമായിട്ട് വയ്ക്കുന്നതാണ് ഇഷ്ടം. ലൈക്ക് കൂടുതൽ ക്ലീനായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കുന്നതിനെക്കാട്ടിലും ഭംഗി കുറച്ച് മെസ്സി ആയിട്ട് വെക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എവിടെ വെച്ചാൽ നല്ലതായിരിക്കും എന്നുള്ളത് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ ഇതിൽ വേറെ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യാത്തത് കൊണ്ട് എപ്പോൾ വേണേലും ഇത് മാറ്റുമോ, പുതിയ സാധനങ്ങൾ ആഡ് ചെയ്യുമോ, പൊസിഷൻ ചേഞ്ച് ചെയ്യുമോ, എന്ത് വേണേലും ചെയ്യാം. ഓക്കെ, ഇതിലിനി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊന്നുമില്ല. പ്ലീസ് എൻജോയ് ദ പ്രോസസ്സ്. ഈ വീഡിയോയും DIY പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ റീസൈക്കിൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റ് പ്രോജക്റ്റാണ്. ഐ ഹോപ്പ് യു ഓൾ ട്രൈ ഇറ്റ് അറ്റ് ഹോം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നത് വരെ ബൈ.